എൻ്റെ പേര് ഫസലുർ റഹ്മാൻ. ഞാനൊരു ഇലക്ട്രീഷ്യനാണ്. ഞാൻ ഈ വണ്ടി എടുത്തിട്ട് 2 വർഷത്തിന് മേലെയായി. ഇപ്പോൾ 30,000 കിലോമീറ്ററിന് മേലെ കടന്നിട്ടുണ്ട്. ഇത് വണ്ടി സർവീസൊക്കെ ഇവിടെ വളരെ പക്കയാണ്. ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ കംപ്ലൈൻറ്റും അവർ വളരെ ക്ലിയറായി ചെയ്ത് തന്നിട്ടുണ്ട്. വിഷയങ്ങളൊന്നുമില്ല. ഇപ്പോൾ എന്ത് കംപ്ലൈൻറ്റ് പറഞ്ഞാലും അവർ സർവീസിലൊക്കെ ഓക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ അനുഭവം എന്ന് വെച്ചെങ്കിൽ വണ്ടി എടുത്തിട്ട് നമ്മളെ കാര്യങ്ങളൊന്നും ഇതുവരെ ബുദ്ധിമുട്ടിൽ വന്നിട്ടില്ല. ഇലക്ട്രീഷ്യനാണ്. ആ ബേസ് ചെയ്തിട്ട് പറയാനുള്ള വെച്ചാൽ ഞാനിപ്പോൾ ഇതിൽ ചാർജിങ് ആണ് ഞാൻ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ വണ്ടി ഓടുന്ന സമയത്ത് വണ്ടി ഓടി വന്നിട്ട് ഒരു മിനിമം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ചാർജിന് ഇടാറുള്ളൂ. അതുപോലെ വണ്ടി ചാർജിന് ഇട്ട് കഴിഞ്ഞാൽ 15 മിനിറ്റ് എടുക്കാറുള്ളൂ. അതിനോട് ഇവിടുന്ന് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ്. അത് കൂടാതെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ സ്മാർട്ട് പ്ലഗ് വാങ്ങി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഏകദേശം വണ്ടി ഓടിക്കഴിഞ്ഞപ്പോൾ എനിക്കറിയാം ഞാൻ വണ്ടി എടുത്തിട്ട് എത്ര കിലോമീറ്റർ ഓടി എത്ര ചാർജ് തീരും, അതിന് ഇത്ര ടൈം വേണം എന്നുള്ളൊരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 50% ഓടി 50 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറുള്ള ഒരു 2.5 മണിക്കൂർ ടൈമർ വെച്ചിട്ട് ഞാൻ ചാർജിൽ ഇട്ട് വെക്കലുണ്ട്. അപ്പോൾ 2.5 മണിക്കൂർ കഴിഞ്ഞാൽ വണ്ടി ചാർജർ കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ അത് കൂടാതെ സ്മാർട്ട് പ്ലഗ് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ ചാർജറിനും പ്രൊട്ടക്ഷനാണ്. ഓവർ ചാർജ് എന്തെങ്കിലും BMS-ന് വല്ല പ്രശ്നം വന്നു കഴിഞ്ഞാൽ ബാറ്ററിയിൽ ഓവർ ചാർജ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനിപ്പോൾ 2 വർഷത്തോളമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ വണ്ടിക്ക് എനിക്കൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഉണ്ടായിട്ടില്ല. ഉപകാരം തന്നെ, സംഗതി ലാഭകരമാണ്. ഞാൻ ഒരു ദിവസം 3 ദിവസം കൂടുമ്പോൾ 300 രൂപയ്ക്ക് പെട്രോൾ അടിച്ചുന്ന ആളാണ്. ആ സ്ഥാനത്ത് എനിക്കിപ്പോൾ വളരെ സീറോ കോസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്ന ലെവലിലാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ലാഭകരമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതെ.